സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫറുടെ സ്ഥാനം എന്നും പിന്നിലായിരുന്നു. പക്ഷേ ഡേവിഡ് എന്ന ഈ ഫോട്ടോഗ്രാഫർക്ക് മുൻനിരക്കാർക്കൊപ്പം തന്നെയായിരുന്നു ഇരിപ്പിടം കിട്ടിയിരുന്നത്. ഏറെ സ്നേഹ ബഹുമാനങ്ങളും നേടാനുമായി. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിലല്ലോ, എനിക്ക് ഇപ്പോൾ സത്യം മാഷോ നസീർ സാറോ അല്ലെങ്കിൽ മധു സാറോ മമ്മൂട്ടിയോ മോഹൻലാലോ അവരെല്ലാം എന്നോട് വളരെ മാന്യമായ വിധത്തിൽ എന്നോട് പെരുമാറിയിട്ടുള്ളൂ. എനിക്കങ്ങനെ തലമുറകളുടെയോ അല്ലെങ്കിൽ ജനറേഷൻ്റെയോ വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. വളരെ മാന്യമായ വിധത്തിൽ എന്നോട് പെരുമാറിയിട്ടുള്ളത്. പിന്നെ ചില ക്യാരക്ടർ ആർട്ടിസ്റ്റുമാർ ചിലരൊക്കെ ചില വിധത്തിൽ ഇത്തിരി അങ്ങനെ ആ താരത്തിൻ്റെ എന്നുള്ളത് തലയിൽ വന്ന് കയറിയ ആൾക്കാർ പലരും ഉണ്ട്. അവരാണ് ഇങ്ങനെ സഹകരിക്കാത്തവരുള്ളൂ. പക്ഷെ നടികളിലാരും എന്നോട് അങ്ങനെ മര്യാദയില്ലാതെ പെരുമാറിയിട്ടില്ല. സിനിമ സമ്പത്തോ സൗഭാഗ്യങ്ങളോ അധികമൊന്നും നൽകിയില്ലെങ്കിലും അതിലൊന്നിലും ഈ മനുഷ്യന് നിരാശയില്ല. സിനിമാ ലോകത്ത് എത്തപ്പെട്ടതുകൊണ്ട് കിട്ടിയ മറ്റു ചില ഭാഗ്യങ്ങളെ ഓർത്ത് സന്തോഷിക്കുകയാണ് ഡേവിഡ്. ഇന്ന് ഫോട്ടോഗ്രാഫർ, സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ പകുതി പണി ക്യാമറ തന്നെ ചെയ്തോളൂ. എല്ലാം ഏതാനും ഓട്ടോമാറ്റിക്കാണ് അതിനകത്ത് മുഴുവനും. അന്ന് കാലത്ത് അങ്ങനെയല്ലല്ലോ. അന്ന് കാലത്ത് നമ്മളെല്ലാം നമ്മൾ മാനുവലായിട്ട് സെറ്റ് ചെയ്യണം. എക്സ്പോഷർ തന്നെ നമ്മൾ തന്നെ കണക്ക് കൂട്ടി നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ വെക്കണം. പിന്നെ ഫിലിം എടുത്തു കഴിഞ്ഞത് പ്രോസസ്സ് ചെയ്യണം, അത് പ്രിൻ്റ് എടുക്കണം, പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞ് ആൽബത്തിലൊട്ടിച്ച് ഇത് ആൽബം കൊണ്ടുപോയി കൊടുക്കണം. ആൽബം അവർ കൊണ്ടുപോകുന്ന വരെയുള്ള വർക്കുകൾ ധാരാളമുണ്ട്. പിന്നെ പബ്ലിസിറ്റി വർക്കിനും. ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ രാത്രിക്ക് രാത്രി CD ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി വർക്കൊക്കെ അവർ തന്നെ ചെയ്തോളും. നമ്മൾ ഫോട്ടോഗ്രാഫർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. പണ്ടത്തെ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടമായിട്ടുള്ള വ്യത്യാസങ്ങൾ അതൊക്കെയാണ്. ഡേവിഡിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നിന്ന അഭിനേതാക്കൾ ഒന്നോ രണ്ടോ ഒന്നുമല്ല, ഒരുപാട് പേരാണ്. സിനിമയിൽ വാണവരെയും വീണവരെയും അത്രയധികം കണ്ടിട്ടുണ്ട് ഈ ക്യാമറാമാൻ. ഇന്ന് സിനിമ വിട്ടുനിൽക്കുന്ന ഈ കാലത്തും സിനിമയോടും സിനിമാക്കാരോടും ഒത്തിരി ഇഷ്ടം തന്നെയാണ് ഇദ്ദേഹത്തിന്. ഞാൻ ഒരേ സമയത്ത് 3 ചിത്രങ്ങളൊക്കെ മദ്രാസിൽ 3 സ്റ്റുഡിയോയിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. ഒരേ സമയത്ത് ചിലപ്പോൾ കാലത്തെ മുതൽ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ രാത്രി 12 മണിക്കൊക്കെ വരിക. 3 സ്റ്റുഡിയോയിൽ 4 സ്റ്റുഡിയോയിലൊക്കെ അറ്റ് എ ടൈം ഷൂട്ടിംഗ് നടക്കുന്നതായിരിക്കും. അപ്പോൾ അതിനെല്ലാം ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇത് എടുക്കുന്ന ഇത് തന്നെ ഇന്നും അന്നും ഞാൻ അസിസ്റ്റൻസിനെ ആശ്രയിച്ച് എവിടെ ഏൽപ്പിക്കാറില്ല, ഞാൻ തന്നെ പോകാറുള്ളൂ. കാരണം അസിസ്റ്റൻസിനെ ഏൽപ്പിച്ച് പോരുമ്പോഴുള്ള പ്രശ്നങ്ങൾ പലർക്കും പല വിധത്തിലുള്ള റിയാക്ഷൻസാണ്. ചില സംവിധായകർക്ക് അത് ഇഷ്ടമാവില്ല, ചില ആർട്ടിസ്റ്റുമാർക്ക് അത് ഇഷ്ടമാവില്ല. അതെന്താ അവിടെ പോയത്, അതൊരു ആർട്ടിസ്റ്റിനോട് ചോദിക്കുക തന്നെ ചെയ്തു. പ്രേം നസീറിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ എന്നോട് ഒരു ആർട്ടിസ്റ്റ് ചോദിച്ചു. അതിനുശേഷം ഞാൻ പിന്നെ വളരെ കെയർഫുള്ളായിട്ട് ഞാൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോയി വർക്ക് ചെയ്യുന്നത്. അത് ഗ്യാപ്പിലിങ്ങനെ എല്ലാം ഒരേ തൊട്ട് സ്റ്റുഡിയോസ് ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. ഇവിടുത്തെ സീന് നോക്കി അത് കഴിഞ്ഞ് ഇവിടെ ബ്രേക്ക് എന്തെങ്കിലും കുറച്ച് ഗ്യാപ്പ് വരുന്നതനുസരിച്ച് അടുത്ത സ്റ്റുഡിയോയിൽ പോവും. അങ്ങനെയാണ് മേക്കപ്പ് ചെയ്യാറ്. അതേ സ്ഥാനത്ത് ഒരിക്കൽ മാത്രം എനിക്ക് 3 പടം ഷൂട്ടിംഗ് നടക്കുന്നതിൽ 3 പടത്തിലും പ്രേം നസീറാണ്. അപ്പോൾ പ്രേം നസീർ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യും, അത് കഴിഞ്ഞ് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ വേറെ അവിടെ പോയി വർക്ക് ചെയ്യും. അങ്ങനെയൊക്കെ അവരും ചെയ്തിരുന്നു, ഞാൻ മാത്രമൊന്നുമല്ല. അന്ന് സിനിമ അങ്ങനെയായിരുന്നു, അധികം ഇവിടെ തന്നെയായിരുന്നല്ലോ, സ്റ്റുഡിയോയിലായിരുന്നു. ഇപ്പോഴല്ലേ മുഴുവനും കേരളത്തിലേക്ക് പോയതും ഔട്ട്ഡോറിലേക്ക് പോയതൊക്കെ. അന്ന് കാലത്ത് ചെയ്ത് കിട്ടുന്ന പ്രതിഫലം കൊണ്ട് ഒരു കുടുംബം പുലർത്താൻ സാധിക്കില്ല. അന്നത്തെ കാലഘട്ടത്തിൽ വീട്ടുവാടക, കുട്ടികളുടെ പഠിപ്പ്, ഇത് എല്ലാം വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം കൊണ്ട് ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല. പുതിയ കാലത്തിന്റെ സിനിമാ സ്വപ്നങ്ങൾക്കൊപ്പം ക്യാമറയും തൂക്കി നടക്കുന്നില്ലെങ്കിലും ഇന്നത്തെ സിനിമാ ലോകത്തിന്റെ സ്പന്ദനങ്ങൾ അറിയുന്നുണ്ട് ഡേവിഡ്. പഴയകാല സിനിമയെയും പുതിയ കാല സിനിമയെയും ക്യാമറയിലൂടെ അല്ലാതെ കാണുന്നുമുണ്ട് ഈ മനുഷ്യൻ. 150 സിനിമയ്ക്ക് മേലെ ഞാൻ ജോലി ചെയ്താലും സാമ്പത്തികമായ നേട്ടങ്ങൾ എനിക്ക് വലിയ പറയാവുന്ന വിധത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല. വേറെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ ക്ഷീണമില്ലാത്ത വിധത്തിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയെന്നുള്ളൂ. പിന്നെ സിനിമ കൊണ്ടുള്ള ഏറ്റവും വലിയൊരു പ്രയോജനം ഞാൻ മനസ്സിലാക്കി തരത്തോളം, നമ്മൾ മനസ്സിൽ ആരാധിക്കുന്നതായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് നേരിൽ കാണാനും അവരുമായിട്ട് നമുക്ക് പരിചയപ്പെടാനും. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ, ഞാൻ പുസ്തകം ചെറിയ വയസ്സിൽ വായിച്ചിട്ടുള്ളതാണ്. MT വാസുദേവൻ നായർ, പാറപ്പുറം,
വീട്ടിൽ നന്ദകുമാർ, ഇങ്ങനെയുള്ള നമ്മൾ ആരാധിക്കുന്ന ഒരുപാട് എഴുത്തുകാരുണ്ട്. അവരെയൊക്കെ നേരിൽ കാണാനും നമുക്ക് അവരോട് ബന്ധം പുലർത്താനും നല്ലൊരു സന്ദർഭമാണത് ഈ സിനിമ. അതൊരു വലിയൊരു പിന്നെ മറ്റുള്ള ഫോട്ടോഗ്രാഫി ചെയ്യാന്ന് പറഞ്ഞാൽ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കൂടുതൽ കിട്ടുകയായിരിക്കാം. പക്ഷേ എങ്കിലും ജനങ്ങളുടെ ഇടയിൽ നമ്മളെ 4 പേര് അറിയാനൊരു സാധ്യത സിനിമയ്ക്കാണ് ഉള്ളത്. എനിക്ക് പിന്നെ ഒരു ക്രെഡിറ്റ് ഉള്ളത്, ഞാൻ പല നടന്മാരും നടികളും വന്നിട്ടുള്ള ഫസ്റ്റ് പിക്ചർ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ ഫസ്റ്റ് പടം ഞാനാ, തിലകഞ്ചേൻ്റെ ഫസ്റ്റ് പടം ഞാനാ. പിന്നെ സുധീറിനെ ശരിക്ക് മലയാള സിനിമയ്ക്ക് കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാനാ, വിൻസെൻ്റ് മാഷ് അടുത്ത് കൊണ്ടുപോയിട്ട്. കാരണം നിഴലാട്ടം എന്ന പടത്തിൽ പ്രേം നസീറിൻ്റെ സഹോദരനായിട്ട് ഒരാൾ വേണം, കണ്ടാൽ പ്രേം നസീറിൻ്റെ രൂപസാദൃശ്യമുള്ള ഒരാൾ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വിൻസെൻ്റ് മാഷ് അടുത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇങ്ങനെ, അങ്ങേര് അഭിനയിക്കാൻ വന്ന ആളാണ്, ഇപ്പം അങ്ങേര് ക്യാമറ അസിസ്റ്റൻ്റാണ്, ഞാൻ വേണമെങ്കിൽ വിളിച്ചു കൊണ്ടുവരാം, സാറിന് തൃപ്തിപ്പെടുകയാണെങ്കിൽ നോക്കുമെന്ന് പറഞ്ഞു. അവൻ്റെ നല്ല സമയം അവനെ സെലക്ട് ചെയ്തു, പ്രേം നസീറിൻ്റെ അനിയനായിട്ട് അവൻ അഭിനയിച്ചു. മധുസാറ്, ജനാർദ്ദനൻ, കുഞ്ചൻ, രാഘവൻ, ഇവരൊക്കെ ഞാൻ വിളിക്കുകയോ അല്ലെങ്കിൽ അവരെ ആ ബന്ധം ഇന്നും ഞങ്ങൾ ജനാർദ്ദനായിട്ട് ഞങ്ങൾ ഇവിടെ വെച്ചു. അതെ, ഇപ്പോഴും ഞാൻ പോയി ജനാർദ്ദൻ്റെ വീട്ടിൽ പോകും. മധുസാറായിട്ടത് അങ്ങനെ തന്നെ, തിലകൻ ചേട്ടൻ, അതുമാതിരി എല്ലാവരുമായിട്ടത് നമ്മൾ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഇന്ന് ഞങ്ങൾ വളരെ സുഹൃത്തുക്കളാണ്. പണ്ട് കാലത്തുള്ള ഒരു ഇപ്പോൾ ചലച്ചിത്ര കമ്പനികളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സുപ്രിയ, നവോദയ, മഞ്ജുലാസ്, ജയമാരുതി എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കമ്പനിയുടെ സ്റ്റാൻഡേർഡും അവരെടുക്കുന്ന പടങ്ങളെ പറ്റിയിട്ടുള്ള ജനങ്ങൾക്കുള്ളൊരു ധാരണയുണ്ട്. ആ സുപ്രിയയുടെ പടം ഇന്നതായിരിക്കും. അതേമാതിരി സംവിധായകർക്ക്, അന്നത്തെ സംവിധായകർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിൻസെൻ്റ് മാഷ്, രാമു കാര്യായിട്ട് സാറ്, ശശികുമാർ സാറ്, സേതുമാധവൻ സാറ്, അവരൊക്കെ സെറ്റിലേക്ക് വരുമ്പോണ്ടല്ലോ ഡയറക്ടേഴ്സ് വരുന്നു എന്നുള്ളതായ ഒരു റെസ്പെക്റ്റ് ആർട്ടിസ്റ്റുമാർക്ക് ധാരാളം ഉണ്ടായിരുന്നു. എല്ലാ ആർട്ടിസ്റ്റും, ഈവൻ സത്യമാഷ് വരെ ഡയറക്ടർ വരിക, പി ഭാസ്കരൻ വരിക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേര് ഏറ്റു നിൽക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അന്ന് മലയാള സിനിമ ശരിക്ക് പറയുകയാണെങ്കിൽ സംവിധായകരുടെ അടുത്തും നിർമ്മാതാക്കളുടെ അടുത്തുമായിരുന്നു. ഇന്ന് മലയാള സിനിമ നയിക്കുന്നത് താരങ്ങളാണ്. സിനിമ വിട്ടിറങ്ങിയാൽ ഇവിടെ നല്ല വീട്ടുകാരനായി സന്തോഷത്തിലാണ് ഈ ഗൃഹനാഥൻ. ഇന്നലത്തെ സിനിമാക്കാരന്റെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ എന്നത് സ്നേഹസമ്പന്നയായ ഭാര്യയും 2 മക്കളുമാണ്. ഞാൻ ശരിക്കും ചാലക്കുടി സ്വദേശിയാണ്. ഇവിടെ വന്ന് സിനിമയിലൊക്കെ കുറേ കാലം വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. ഞാൻ വിവാഹം കഴിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. അത് അറേഞ്ച്ഡ് മാരേജാണ്. അതിലെനിക്ക് 2 കുട്ടികളാണുള്ളത്. മൂത്താൾ വിഷ്വൽ മീഡിയയിലാണ്, രണ്ടാമത്തെ ആൾ IBM വർക്ക് ചെയ്യുന്നു, ബാംഗ്ലൂർ. ഇപ്പം ഞാനും എൻ്റെ വൈഫും മാത്രമേ ഇവിടെ ഉള്ളൂ. 2 പേരും 2 സ്ഥലത്താണ്. ഐ ആം ഹാപ്പിയാണ്.